വെൽക്കം യു ഓൾ ടു എ ന്യൂ വ്ലോഗ് ഓഫ് ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. യാത്രയും ചെയ്യാം, ഭക്ഷണം കഴിക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ കുശാൽ നഗര ബസ് സ്റ്റാൻഡിൽ വെച്ച് വൈൻഡപ്പ് ചെയ്തു. അതിനുശേഷം പല സംഭവങ്ങളും നടന്നു. ഇന്ന് രാത്രി കുശാൽ നഗറിൽ നിന്ന് വിരാജ്പേട്ടയിലേക്ക് പോയിട്ട് വിരാജ്പേട്ടയിൽ നിന്ന് കണ്ണൂർക്ക് പോകാനൊക്കെയാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ കണ്ണൂരെത്തി, കണ്ണൂർ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് നമുക്കൊരു രാത്രി ട്രെയിനിൽ കയറി പുലർച്ചെ ആകുമ്പോഴേക്കും വീടെത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ കണക്കൂട്ടലുകൾ തെറ്റി. കുശാൽ നഗറിൽ നിന്ന് വിരാജ്പേട്ടയിലേക്ക് 7 മണിക്ക് ശേഷം ബസ് ഉണ്ടായിരുന്നില്ല. 7 മണിക്ക് ഞാൻ എത്തിയതാണ്, പക്ഷേ ലാസ്റ്റ് ബസ് 6 മണിക്കോ മറ്റോ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ ആ ബസ് പോയി. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ റൂം എടുത്തു. ഇവിടെ സ്റ്റേ ആണ്. ഇവിടെ കുശാൽ നഗറിൽ തന്നെയുള്ള ഒരു കുഞ്ഞു റൂം. ഇപ്പോൾ സീസണാണ്, അതുകൊണ്ട് തന്നെ എല്ലാ റൂമും ഒരുവിധം ഫുള്ളാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് അലയേണ്ടി വന്നു. അപ്പോൾ ഇവിടെ മലയാളീസ് നടത്തുന്ന ആണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നാളെ രാവിലെ ഇവിടുന്ന് വിരാജ്പേട്ടയിൽ പോകണം. അപ്പോൾ ഇന്ന് രാത്രി കുശാൽ നഗർ കാരണം ഇന്ന് മൊത്തത്തിൽ നല്ല ടയർഡായിരുന്നു. മൈസൂർ കറങ്ങി, പിന്നെ നമ്മളെ ബൈലക്കുപ്പ ടെമ്പിൾ കണ്ടു. കഴിഞ്ഞ 3-4 വീഡിയോസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് എടുത്തതാണ്. അപ്പം ഇന്ന് ടയർഡാണ്. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യണം. അതിന് മുന്നേ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങാം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ഗോ ടു കുശാൽ നഗർ ടൗൺ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റൂം. കുശാൽ നഗർ ടൗണിലുള്ള മിസ്റ്റ് ഫ്ലവർ റെസിഡൻസി. ഒരു കാസർഗോഡുകാരൻ ചേട്ടനാണ് റിസപ്ഷനിലുണ്ടായിരുന്നത്. ഞാൻ അത്യാവശ്യം ഒരുപാട് യാത്രകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മിക്ക യാത്രാ സ്ഥലങ്ങളിലും നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഔട്ട്ലെറ്റ് കാണാൻ പറ്റാറുണ്ട്. കുശാൽ നഗർ ടൗണിൽ തന്നെയുള്ളൊരു പള്ളിയാണ്. അതുപോലെ തന്നെ ടൗണിൻ്റെ സെൻട്രൽ പാർട്ടിൽ തന്നെ ഒരു അമ്പലമുണ്ട്. കൂർഗ് ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മലയാളികൾ നടത്തുന്ന ഹോട്ടൽ തന്നെയാണ് ശാന്തി റെസ്റ്റോറൻറ്റ്. ഡിന്നറിന് 2 ചപ്പാത്തിയും ഒരു മുട്ടക്കറിയും ഓർഡർ ചെയ്തു. കൊള്ളാം, നല്ല ഫുഡാണ്. നമ്മുടെ നാടൻ ഹോട്ടല്, അതായത് നമ്മുടെ മലബാർ ഹോട്ടല് വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇവിടെ നല്ല ഫുഡാണെങ്കിൽ പറയും വേണ്ട. മൊത്തത്തിൽ ക്ലൈമറ്റ് നല്ല തണുപ്പ് ക്ലൈമറ്റ് ആട്ടോ. അത് കൂർഗ് ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെയാണ്. ഈ തണുത്ത ക്ലൈമറ്റിൽ ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു സുഖമാണ് അല്ലേ. അങ്ങനെ തിരിച്ച് റൂമെത്തി. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. അതായത് ഈ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. നാളെ രാവിലെ പക്കല. സോ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. നല്ലൊരു ഉറക്കം കഴിഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കുശാൽ നഗർ റൂമിൽ നിന്ന് പോവുകയാണ്. നമ്മുടെ യാത്രകളിലെ സന്തത സഹചാരിയായിട്ടുള്ള ബാഗ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സമയം 7:45. ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് അത്യാവശ്യം കാലിയാണ്, കാര്യമായി വാഹനങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിൽ തന്നെ കുട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു ബസ് കിടപ്പുണ്ട്. 8 മണിയാണ്. വിരാജ്പേട്ടയ്ക്ക് നമ്മൾ ബസ് കയറി. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് ഈ റൂട്ടിൽ കൂടുതൽ. ഒരു 9:30 അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുശാൽ നഗറിൽ നിന്നും വിരാജ്പേട്ടയിലേക്ക് 44 കിലോമീറ്ററാണ് യാത്ര. കൂർഗ് ജില്ലയുടെ ഗ്രാമീണ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ഈ യാത്ര. ഈ ഒരു റൂട്ടിൽ ബസ് സർവീസുകൾ വളരെ കുറവാണ്. കാവേരി നദിയാണ് നമ്മൾ ഈ കാണുന്നത്. കുശാൽ നഗറിൽ നിന്നും 12 കിലോമീറ്റർ മുന്നോട്ട് വന്നപ്പോഴാണ് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിന് മുന്നിലെത്തിയത്. ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് ദുബാരെ. ഏതാണ്ട് 150ഓളം ആനകളുള്ള കർണാടക ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടതാണ്. ഇവിടെ പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആശാൻ സുജിത് ഭക്തൻ ഫാമിലിയോടൊപ്പം പണ്ട് ഇവിടെ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്ളോഗായിരുന്നു അത്. നമ്മുടെ ബസ് അങ്ങനെ സിദ്ധാപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഫോണിൽ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പോഴേക്കും നമ്മൾ വിരാജ്പേട്ട് എത്തി. പണ്ട് കൊടക് ഭരിച്ചിരുന്ന രാജാവായിരുന്ന വിരാര രാജേന്ദ്രയിൽ നിന്നാണ് വിരാജ്പേട്ട് എന്ന പേര് ലഭിച്ചത്. അങ്ങനെ 9:30 നമ്മൾ വിരാജ്പേട്ട എത്തിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം. മടിക്കേരി, കുശാൽ നഗർ, സിദ്ധാപുര, കുട്ട, സോംവാർപേട്ട എന്നൊക്കെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട്. കണ്ണൂർ, തലശ്ശേരി, മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോകുന്ന ഇൻട്രസ്റ്റേറ്റ് ബസ്സുകൾ സ്റ്റാൻഡിന് പുറത്ത് വന്ന് നിൽക്കും. വിരാജ്പേട്ട ടൗണിൽ വെച്ച് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം കണ്ടു. ശ്രീരാമക്ഷേത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിലൊന്ന് പോയി പ്രാർത്ഥിക്കാം. നന്നായി പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ശ്രീകൃഷ്ണ വിലാസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ ക്ലോസ്ഡ് ആണ്. എന്ത് സ്ഥലമാണാവോ. ഇവിടെ ഫുള്ള് ജ്വല്ലറീസും പാത്രക്കടയും മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്കൊന്നും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആകെ ഒരു 2 ഹോട്ടലുണ്ട്. ആ 2 ഹോട്ടൽ ക്ലോസ്ഡും ആണ് സൺഡേ. പുറത്തുനിന്ന് വരുന്നവർ എന്ത് ചെയ്യാനാണ്?
മനസ്സിലാവണില്ല. ഓരോ സ്ഥലത്തിനെ കുറ്റം പറയില്ല കേട്ടോ, പക്ഷേ ഒരു ഹോട്ടലൊക്കെ വേണ്ടേ. ഫൈനലി ഒരു കട കണ്ടുപിടിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് 2 പൂരിയാണ്, പൂരിയുടെ കൂടെ കടലക്കറിയാണ്. ഞാനൊരു ഭക്ഷണപ്രേമിയാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം വെയിറ്റർ എന്നോട് പറഞ്ഞു പത്തൽ എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. ഇതാണ് ആ പത്തൽ. ഞാൻ ഇതുവരെ അത് കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. 2 പത്തൽ വാങ്ങി. അതിലേക്ക് നമ്മുടെ കടലക്കറി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചങ്ങ് കഴിച്ചു. പിന്നെ ചായ, അത് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം ആണല്ലോ. കുറച്ച് വൈകിട്ടാണെങ്കിലും കണ്ടുപിടിച്ച ഹോട്ടൽ കൊള്ളാം, നല്ല ഫുഡ് ആൻഡ് വിലയും കുറവാണ്. ഇത്രയും കഴിച്ചിട്ട് 90 രൂപയേ ഉള്ളൂ. ഇനി സമയം കളയാതെ നമുക്ക് കേരളത്തിലേക്കുള്ള ബസ് പിടിക്കാം. കണ്ണൂരാണോ തലശ്ശേരിയാണോ കിട്ടുകയെന്നറിയില്ല, നോക്കാം. 10:30 കണ്ണൂരിലേക്കുള്ള സാരിക ബസ് എത്തി. വിരാജ്പേട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് 109 രൂപ. ഈ ബസ് മൈസൂരിൽ നിന്നും വരുന്ന ബസ്സാണ്. വിരാജ്പേട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് 81 കിലോമീറ്ററാണ് ദൂരം. വിരാജ്പേട്ട് ടൗൺ കഴിഞ്ഞ് 2 കിലോമീറ്റർ കഴിഞ്ഞതും വനപ്രദേശമായി. നമ്മളിനി ഇപ്പോൾ ഹെയർ പിന്നൊക്കെ ഇറങ്ങിയിട്ട് വേണം പോവാൻ. ലോഡും കൊണ്ടൊക്കെ വരുന്ന ലോറികളൊക്കെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ മെല്ലെയൊക്കെ തന്നെ പോകത്തുള്ളൂ. ഏതാണ്ട് 3 മണിക്കൂറോളം യാത്ര പിടിക്കും. മക്കുട്ട ചെക്ക് പോസ്റ്റ് കടന്നിട്ട് കേരളത്തിലെത്തണം. അങ്ങനെ മക്കുട്ട എത്തിയിരിക്കുന്നു. ഇതാണ് കേരള കർണാടക അതിർത്തി. കരിക്കിൻ കൊലകൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ബസ് ഇപ്പോൾ ഒരു 10 മിനിറ്റ് സ്റ്റോപ്പിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. മക്കുട്ട എന്ന് പറയുന്നൊരു ചെക്ക് പോസ്റ്റാണ്. ഇത് ഫോറസ്റ്റ് ഇറങ്ങി ഇനി കണ്ണൂർ ജില്ലയിലേക്ക് കയറുകയാണ്. ഈ പാലത്തിനിപ്പുറം കേരളത്തിലെ കണ്ണൂർ ജില്ലയും പാലത്തിനപ്പുറം കർണാടകയിലെ കൊടക് ജില്ലയുമാണ്. വണ്ടികൾ ഇങ്ങനെ വരിയായിട്ട് വരികയാണ്. ഞാൻ ഈ ബസ്സിൽ കയറിയിട്ട് ഏതാണ്ട് 1 മണിക്കൂറിന് മേലെ ആയിട്ടുള്ളെങ്കിൽ പോലും ഈ ബസ് മൈസൂരിൽ നിന്നും രാവിലെ 6 മണിക്ക് പുറപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിലുള്ള ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഡ്രൈവർക്കും കണ്ടക്ടർക്കൊക്കെ ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ് വേണമല്ലോ. മൈസൂർ വിരാജ്പേട്ട് കണ്ണൂർ റൂട്ട് നമ്പർ 47 അശോക് ലൈലാൻഡിൻ്റെ ബസ്സാണ്. കൃത്യം 10 മിനിറ്റ്. അതിനുശേഷം ബസ് മക്കുട്ടയിൽ നിന്നും പുറപ്പെട്ടു. നമ്മളിപ്പോൾ അങ്ങനെ കേരളത്തിലെത്തി. 3 ദിവസത്തിന് ശേഷം വീണ്ടും കേരളത്തിലേക്ക്. മൈസൂരിലേക്കുള്ള യാത്ര തന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയിരുന്നു. പക്ഷേ മൈസൂരിൽ നിന്ന് റിട്ടേൺ കണ്ണൂർ വഴിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. നമ്മളിപ്പോൾ അങ്ങനെ ഇരിട്ടി എത്തുന്നു. ഇരിട്ടി പുഴയ്ക്ക് മുകളിലൂടെയാണ് ബസ് ക്രോസ് ചെയ്യുന്നത്. ഇരിട്ടി എത്തിയതോടുകൂടി നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ഒരു 1/4 ആൾക്കാരും ഇറങ്ങി. ഇവിടുന്ന് പിന്നെ KSRTCയുടെയും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെയും ഒരുപാട് സർവീസുകൾ കണ്ണൂരിലേക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുതുതായിട്ട് ആരും ബസ്സിൽ കയറിയിട്ടില്ല. അപ്പം ഞാൻ പുറകു വശത്തിൽ ആ കുലുക്കൊക്കെ ഒന്ന് ഒഴിവാക്കി മുമ്പിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. ബസ് അങ്ങനെ മട്ടന്നൂർ ടൗണിലെത്തി. മട്ടന്നൂരിൽ നിന്ന് നേരെ പോകുന്ന ആ റോഡ് തലശ്ശേരിയിലേക്കാണ്. നമ്മൾ റൈറ്റ് തിരിഞ്ഞ് കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള പട്ടണമാണ് മട്ടന്നൂർ. 5 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഉടനെ തന്നെ നമ്മൾ കണ്ണൂർ ടൗണിലെത്തുന്നു. റൈറ്റിലേക്കുള്ള റോഡ് പയ്യന്നൂർ, കാസർഗോഡ്, മംഗലാപുരം പോകുന്നതാണ്. നമ്മുടെ ബസ് അങ്ങനെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഒരു 3/4 മണിക്കൂർ ലഞ്ച് ബ്രേക്കും കഴിഞ്ഞിട്ട് തിരിച്ച് മൈസൂരിലേക്ക് പുറപ്പെടും. ഇവിടെ കിടക്കുന്നത് എറണാകുളത്തേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചറാണ്. പക്ഷെ നമ്മുടെ യാത്ര ഇതിലല്ല, നമ്മുടെ യാത്ര ട്രെയിനിലാണ്. പക്ഷേ ഈ ട്രെയിനിലല്ല കേട്ടോ. ഈ ട്രെയിൻ വന്നിട്ട് ഡെയിലി സർവീസുള്ള കണ്ണൂർ യശ്വന്ത്പൂർ ട്രെയിനാണ്. ഇവിടുന്ന് 6 മണിക്കാണ് പുറപ്പെടുന്നത്. കണ്ണൂർ വളരെ പ്രസിദ്ധമായ കേരളത്തിൻ്റെ വടക്കൻ ജില്ല. പലതവണ ഇവിടേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും കണ്ണൂർ ഒന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെയാണ് പറയാൻ പറ്റുമോ. ഇത്തവണയും അതിനുള്ളൊരു സമയമില്ല, പിന്നീടാവാം. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ലഞ്ച് കഴിക്കാം. ഇവിടങ്ങളിലൊക്കെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. പക്ഷേ
ഇന്നെന്തോ ചോറുണ്ണാനാണ് തോന്നുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചോറ് കഴിച്ചിട്ടില്ല. അപ്പം നല്ല പൊന്നിയരി ഊണും മീൻ കൂട്ടാനും പിന്നെ തൊടുകറികളും പിന്നെ സ്പെഷ്യലായിട്ട് നല്ല വറുത്തരച്ച കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടി അങ്ങോട്ട് പറഞ്ഞു. കുറച്ച് ദിവസത്തിന് ശേഷം ഊണ് കഴിച്ചപ്പോൾ ഒരു സുഖം. അപ്പോൾ നല്ല ശാപ്പാട്, ചോറും അതുപോലെ തന്നെ വറുത്തരച്ച കോഴിക്കറിയും കണ്ണൂർ സ്റ്റൈൽ നല്ല എരിവോട് കൂടിയുള്ള കറിയും ഒക്കെ ആയിട്ട് പൊളിച്ചു. ഇനിയിപ്പോൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് നാട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വണ്ടിയുണ്ട്, ട്രെയിനുണ്ട്, അതിൽ പോണു. ഷൊർണൂർക്കല്ല തവണ പട്ടാമ്പി വരെ പോകുന്നുള്ളൂ. പട്ടാമ്പിയിൽ നിന്ന് വീട്ടിൽ പോകാനാണ് പ്ലാൻ. ഇവിടെ നിന്ന് നമുക്ക് ഷൊർണൂരിലേക്ക് ട്രെയിൻ അവൈലബിലിറ്റി അത്യാവശ്യമുണ്ട്. കൊങ്കൺ റൂട്ടിൽ വരുന്ന മിക്ക ട്രെയിനുകളും കണ്ണൂർ സ്റ്റോപ്പുണ്ട്, ഷൊർണൂർ സ്റ്റോപ്പുണ്ട്. പക്ഷേ പട്ടാമ്പിയിൽ നിർത്തുന്ന ട്രെയിനുകൾ കുറവാണ്. അതിലൊന്നാണ് ഈ ഒരു കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി. എന്നും ഉച്ചയ്ക്ക് 2:50 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 8:50 എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേരള സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്സ് കണ്ടു. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇത് കാണാറുണ്ടെങ്കിൽ പോലും ഇത്ര അധികം കാണുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിതൊന്ന് വിശദമായി കാണാം. കൃത്യം 2:50 തന്നെ നമ്മുടെ ട്രെയിന് കണ്ണൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു കേട്ടോ. സീറ്റൊക്കെ കിട്ടി. അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, നല്ല തിരക്കുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ ശ്രദ്ധിച്ചത്. നമ്മൾ വിരാജ്പേട്ടയിൽ നിന്ന് വാങ്ങിയതാ അക്വ കൂർഗ്. അത് കൊള്ളാലോ, കൂർഗിലുണ്ടാക്കുന്നുണ്ടായിരിക്കും. 5:45 പട്ടാമ്പി എത്തുന്നു. അപ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് എണീറ്റു. അപ്പോൾ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് നമ്മുടെ ട്രെയിന് പോവുകയാണ് എറണാകുളത്തേക്ക്. പട്ടാമ്പിയുടെ ബോർഡ് ആരാണാവോ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കണത്. അങ്ങനെ 3 മണിക്കൂർ കൊണ്ട് പട്ടാമ്പി എത്തി. ഉള്ളിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇരിക്കാൻ സീറ്റ് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. നല്ല തിരക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രിപ്പ് തീർന്നു, പട്ടാമ്പി എത്തി. ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. വീട്ടിൽ പോകണതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പട്ടാമ്പി ടൗണിൽ പോയിട്ട് അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോവാം. ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ് നമ്മുടെ വാടനാംകുറിശ്ശിയിലേക്ക്. അങ്ങനെ വീടെത്തിയിരിക്കുകയാണ് ഫൈനലി. നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് പോയാലും വീടെത്തുമ്പോൾ, തിരിച്ച് വീടെത്തിക്കഴിഞ്ഞാൽ ഒരു മനസ്സുഖം, ഒരു തൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനെയാണ്. അതൊരു കോമൺ ഫീലിംഗ് ആണല്ലോ. സോ അങ്ങനെ ഈ ഒരു ട്രാവൽ സീരീസ്, ഒരു ചോട്ടാ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ആദ്യം പ്ലാൻ ചെയ്തത് പ്രകാരമല്ല വന്നത്, വേറെ നമ്മൾ പ്രചാരിക്കാത്ത റൂട്ടിലാണ്. ഈ ഒരു ട്രിപ്പിലൂടെ പല പല പുതിയ സ്ഥലങ്ങളും എനിക്കറിയാൻ പറ്റി. വിരാജ്പേട്ട്, ഇരിട്ടി, കണ്ണൂർ ഓഫ് കോഴ്സ് പോയിട്ടുണ്ട്. പക്ഷേ ആ കുശാൽ നഗർ, വിരാജ്പേട്ടൊക്കെ എന്നെ സംബന്ധിച്ചോളം പുതിയ സ്ഥലങ്ങൾ തന്നെയായിരുന്നു. മൈസൂരിലും നമ്മൾ സ്ഥിരമായി മൈസൂരിൽ എക്സ്പ്ലോർ, അതായത് പൊതുവെ കാണുന്ന സ്ഥലങ്ങൾ, അതായത് ബൃന്ദാവൻ ഗാർഡൻ, ചാമുണ്ഡി ഹിൽസ്, മൈസൂർ സൂ,
ഇതൊക്കെ എപ്പോഴും പോകുന്നതാണ്. പിന്നെ പാലസ് ഓഫ് കോഴ്സ് വന്നിട്ട് മൈസൂരിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് എപ്പോൾ പോയാലും. അതുകൊണ്ട് പാലസ് പോയി. പക്ഷെ ബാക്കിയുള്ള സ്പോട്ടുകളൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചു. നമ്മൾ കുറച്ച് വെറൈറ്റി സ്പോട്സ് പോയി. ലൈക്ക് ദാറ്റ് സാൻഡ് മ്യൂസിയം, അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ പോയ ബൈലക്കുപ്പയിലെ ടിബറ്റിയൻ ടെമ്പിൾ, അതൊരു അടിപൊളി ഫീലിങ്. സോ അങ്ങനെ ഓവറോൾ കുറേ വെറൈറ്റി സ്ഥലങ്ങൾ ഈ ഒരു ട്രാവൽ സീരീസിലൂടെ കാണാൻ പറ്റി, കൂടുതൽ അറിയാൻ പറ്റി, കൂടുതൽ നോളജ് കിട്ടി, കൂടുതൽ പുതിയ ചില ആളുകളെ പരിചയപ്പെട്ടു. അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സീരീസിൽ ഉടനീളം നിങ്ങളുടെയും വിലയേറിയ സപ്പോർട്ട് എനിക്ക് തന്നു. നിങ്ങളുടെ സമയം എൻ്റെ വീഡിയോ കണ്ട് ചെലവഴിച്ചു. ഒരുപാട് നന്ദി. സോ ഈ ഒരു സീരീസും ഈ ഒരു വീഡിയോയും ഇവിടെ എൻഡ് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇനിയും ട്രാവലും അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡും ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.